നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഒരു ഷുഗർ പേഷ്യൻസ് എങ്ങനെയായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവരെങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, അതുപോലെ തന്നെ അവർ ഒരുമിച്ച് കുറേ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അതായത് കുറേ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ കുറേ പെട്ടെന്ന് നമ്മുടെ രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കാം എന്നുള്ളതൊക്കെ പലരും, അതായത് ഷുഗർ പേഷ്യൻസ് മരുന്ന് കഴിക്കുന്ന ഇൻസുലിൻ എടുക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയബറ്റീസ് 1 and 2 ഉണ്ട്. രണ്ട് രീതിയിൽ ഡയബറ്റീസ് കാണിക്കാറുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പം മെയിനായിട്ടും ഇപ്പം ആളുകളിൽ കാണിക്കുന്നത് എന്താണ്, ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് അല്ലേ, അവരുടെ ബോഡിയിൽ ഈ ഷുഗർ വന്ന ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നു, ഇൻസുലിൻ ഒരു ആക്റ്റീവ് ആവണില്ല, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതങ്ങനെയുള്ള ഒരുപാട് പേരിൽ നമ്മൾ അതിനെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കണം? നമ്മൾ ഒരുമിച്ച് കുറേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇൻസുലിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു കഴിച്ച ഭക്ഷണത്തിൽ നിന്നും ഷുഗറിനെ അബ്സോർബ് ചെയ്തിട്ട് കോശങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് ഫുഡ് കഴിക്കുക. അങ്ങനെ സമയത്ത് ഇൻസുലിൻ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവ് ആവും. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഫുഡ് കഴിക്കേണ്ടത്. അതായത് 6 നേരമെങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കുക. പെട്ടെന്ന് ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സമയം എടുത്തിട്ട് ഫുഡ് കഴിക്കുക. വിഴുങ്ങിയിടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ളൊരു ഫുഡ് കഴിക്കുന്ന രീതിയാണ്. ചില ആൾക്ക് പല്ലില്ലാഞ്ഞിട്ടായിരിക്കാം അവർ വിഴുങ്ങിയിടുന്നത്. പക്ഷേ നിങ്ങൾ മാക്സിമം അത് ചവച്ച് നന്നായിട്ട് സമയമെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾ ഫുഡ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം അതിൻ്റെ കൂടെ എടുക്കാൻ പാടില്ല. നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുക, ഒരു 15 മിനിറ്റോളം ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കണം വെള്ളം കുടിക്കേണ്ടത്. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡിനകത്ത് പല കാര്യങ്ങളും ഉൾപ്പെടുത്തണം. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ഒരു വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഒരു വെള്ളപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും പൊട്ടറ്റോ സ്റ്റ്യൂ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിരിക്കും ആ വെള്ളപ്പത്തിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പം 2 വെള്ളപ്പവും ഒരു പൊട്ടറ്റോ സ്റ്റ്യൂ കൂടി എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ദഹനം നടക്കും. പെട്ടെന്ന് ദഹനം നടക്കുകയും ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലോട്ട് ഷുഗറിനെ റിലീസ് ചെയ്യും. അതായത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡുകളാണ് നമ്മൾ ഈ കഴിച്ചത്. പക്ഷേ ഈ സെയിം ഫുഡ് തന്നെ നിങ്ങൾ കഴിക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ചധികം സാലഡ്സുകൾ, ഫൈബർ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ പച്ചക്കറികളോ പഴങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ റോൾഡ് ഓട്സോ അങ്ങനെ ഏതിലൊക്കെയാണോ ഫൈബേഴ്സ് വരുന്നത്, നാരുകൾ വരുന്നത്, അത്തരം ഫുഡുകളും കൂടി ഈ പറഞ്ഞ 2 വെള്ളപ്പത്തിൻ്റെ കൂടെയും സ്റ്റ്യൂവിൻ്റെ കൂടെയും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫാസ്റ്റിംഗ്, അത് പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യില്ല. ഈ ഫൈബേഴ്സിൻ്റെ കൂടെ ഇതെടുത്തു കഴിഞ്ഞാൽ, ഫൈബേഴ്സിൻ്റെ കൂടെ ഇതെടുത്ത് കഴിയുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ ബ്ലഡിലോട്ട് വരുള്ളൂ, ഷുഗർ റിലീസ് ആവുള്ളൂ. അതുപോലെ തന്നെ ഇത് നമ്മുടെ കുടലിലാണെങ്കിലും വയറിലാണെങ്കിലും ഒക്കെ ഈ ഫൈബേഴ്സ് ജെൽ രൂപത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ കൂടെ ഇതിങ്ങനെ മിക്സ്ഡപ്പ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതിങ്ങനെ മിക്സിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡൈജഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഷുഗർ റിലീസ് ചെയ്യുള്ളൂ. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ നമ്മൾ ഫൈബേഴ്സ് കഴിക്കുന്നത് വഴി ഇത് നമ്മുടെ കുടലിനകത്തുള്ള എൻസൈംസിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എൻസൈംസൊക്കെ ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലോട്ട് സ്റ്റിമുലേഷൻസ് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഈ ഫൈബേഴ്സിന് കഴിവുണ്ട്. അപ്പോൾ ഷുഗർ റിലീസ് ചെയ്യുന്നത് സ്ലോ ആയിട്ടാണ്. അതുപോലെ തന്നെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് ചെയ്യാനും ഈ ഫൈബേഴ്സിന് കഴിവുണ്ട്. കാരണം ഫൈബേഴ്സ് നമ്മുടെ കുടലിലെത്തിക്കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങളിലോട്ട് റിലീസ് ചെയ്യുന്നത് കുറയ്ക്കും. സ്ലോ ആയിട്ട് മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ ഇത്തരം കഴിവുകളൊക്കെ തന്നെ എന്തിനുണ്ട്, ഫൈബേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻസിനോട് ഫൈബേഴ്സ് എല്ലാ ഭക്ഷണം കഴിക്കുമ്പോഴും, രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോഴും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുമ്പോഴും രാത്രിത്തെ ഫുഡ് കഴിക്കുമ്പോഴും ഫൈബേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പലരും
അത് നോക്കാറില്ല, അങ്ങനെ കഴിക്കാറുമില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഷുഗർ പേഷ്യൻസുകൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇൻസുലിൻ കുത്തി വെക്കേണ്ട ഒരു സ്റ്റേജിലോട്ട് പോകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഫുഡ് കഴിക്കുക. ഷുഗർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ഇത്തരം ആളുകളാണെങ്കിൽ ഈ ഷുഗർ മോണിറ്ററിങ് നിർബന്ധമാണ്, ഡയബറ്റീസ് മോണിറ്ററിങ് നിർബന്ധമാണ്. എല്ലാ മാസവും നിങ്ങൾ ചെക്ക് ചെയ്യണം, 3 മാസം കൂടുമ്പോൾ HbA1c ചെക്ക് ചെയ്യണം. ഇതൊക്കെ നോക്കിയിട്ട് പോകണം. കാരണം നമ്മൾ ഷുഗറിന് ഇങ്ങനെ മെഡിസിൻസ് കഴിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കഴിക്കുക. ചെറുപ്രായത്തിലൊക്കെ തുടങ്ങിയ ഷുഗർ ആണെങ്കിൽ കലാകാലം നമ്മൾ ഇങ്ങനെ മരുന്ന് കഴിച്ച് പോവേണ്ടി വരും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഷുഗർ മോണിറ്റർ ചെയ്യുക, എത്രത്തോളം കൂടുന്നു, ഏതൊക്കെ ഫുഡുകൾ കഴിക്കുമ്പോഴാണ് ഷുഗർ കൂടുന്നത്, നമ്മൾ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അത് കുറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. വേറൊരാൾ ഇതിനെ മോണിറ്റർ ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ തന്നെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, എപ്പോഴോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തൊരു മെഡിസിൻ ഉണ്ടായിരിക്കും, അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്തു പോവുക. അത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പം നിങ്ങളുടെ ഷുഗർ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് മെഡിസിനിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പം അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പല ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ കാണിക്കും. ഇപ്പോൾ ഓർഗൻസിനൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം, മെഡിസിൻസ്. അപ്പോൾ ചില ആളുകൾക്ക് പേടിയുണ്ട്, മരുന്ന് കഴിച്ചാലാണ് ഈ ഓർഗൻസൊക്കെ ബുദ്ധിമുട്ട് വരിക എന്ന്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഷുഗർ കൂടിക്കഴിഞ്ഞാലും BP കൂടിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ അത് നമ്മുടെ അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അത് കൂടാതെ നോക്കണം. അപ്പം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഡയറ്റ് എല്ലാം തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഡയബറ്റീസ് പേഷ്യൻസ് ആണ്, കുറേ കാലമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, ഇതുകൊണ്ട് കൺട്രോളായി കിട്ടുന്നില്ല, ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നു, തരിപ്പ്, മരവിപ്പ്, കണ്ണിന് കാഴ്ച കുറയുക, കിഡ്നി ഫങ്ഷൻ ചേഞ്ചായി, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്ന ആളുകളൊക്കെയാണ്. കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വെച്ച് വീണ്ടും കാണാം. നന്ദി.